എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ എന്ന് പറയാനുള്ളത് മറ്റേ ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന ഒരു പാഠത്തിലെ വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ 100% എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. 6 മാർക്കിന്റെ ചോദ്യം. ഇത് നമ്മൾ ചെയ്ത് പഠിച്ച് തഴമ്പിക്കണം കേട്ടോ. എത്ര സ്പീഡിൽ എത്ര അക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണോ അല്ലെങ്കിൽ എത്ര എക്സാക്ട് ആയിട്ട് ചെയ്യാൻ പറ്റണോ അതിലാണ് നമ്മുടെ കഴിവ് കേട്ടോ. ബാക്കിയല്ല മക്കളെ ചെയ്ത് തന്നെ പഠിക്കാം. അപ്പൊ ആ ഒരു ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോണേ. ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാൻ കേട്ടോ. അപ്പൊ നോക്കാം മക്കളെ, സോൾവ് ദി സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് മെട്രിക്സ് മെത്തേഡ്. മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം മക്കളെ? സോൾവ് ചെയ്യണം. അതായത് എക്സിന്റെ വൈദ്യം സെറ്റിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കൊടുക്കണം. ഇത്രയുള്ള പരിപാടി. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു മെട്രിക്സ് രൂപത്തിലേക്ക് നമ്മൾ മാറ്റണം. മെട്രിക്സ് രൂപത്തിലേക്ക് എങ്ങനെ മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം ഗുണോത്തരങ്ങളുടെ മെട്രിക്സ്, ഗുണോത്തരങ്ങൾ അല്ലെങ്കിൽ കോയിഫിഷ്യന്റ് മെട്രിക്സ് ആദ്യം തരണം. അതെങ്ങനെയാണ് മക്കളെ? 3 വൈന്റെ കൂടിയുള്ളത് -2, സെഡിന്റെ കൂടിയുള്ളത് 3, ഇവിടെ 2 1 -1, പിന്നെ 4 -3 2 ഇൻറ്റു വേരിയബിൾസ് ഏതാ? എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു അപ്പുറത്ത് കോൺസ്റ്റന്റ്, സമവാക്യത്തിന്റെ അപ്പുറത്തേക്ക് പോയിട്ടുള്ള ആൾക്കാര് 8 1 4. ഇനി ശ്രദ്ധിക്കുക, അതിൽ ആരെങ്കിലും ഒരാൾ ഇല്ലാന്ന് വിചാരിക്കുക. അപ്പൊ എക്സാമ്പിൾ ഇവിടെ വൈ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തണം? അവിടെ 0y എന്ന് പറഞ്ഞിട്ട് എഴുതണം കേട്ടോ. 0y എന്ന് പറഞ്ഞിട്ട് എഴുതണം. സംശയമല്ലോ. പിന്നെ ഓർഡർ എക്സ് വൈ സെഡ് ഓർഡറിലായിരിക്കണം എടുക്കേണ്ടത്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ കോൺസ്റ്റന്റ് സമവാക്യത്തിന്റെ അപ്പുറത്തായിരിക്കണം. ഈ കാര്യങ്ങൾ നോക്കിയല്ലോ കേട്ടോ. അപ്പൊ നമ്മൾ മെട്രിക്സ് രൂപത്തിൽ എഴുതി. ഇവർക്ക് ഒരു പേരിടണം. ഇതിന് നമ്മൾ എ എന്ന് പേരിടും, ക്യാപിറ്റൽ എ. ഇതിന് ക്യാപിറ്റൽ എക്സ് എന്ന് പേരിടും, ഇതിന് ക്യാപിറ്റൽ ബി എന്ന് പേരിടും. അപ്പല്ലോ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട പരിപാടി ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കലാണ്. അതായത് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. 3 -2 3 2 1 -1 4 -3 2. ആദ്യം ഇത് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാൻ വെച്ചാൽ ഫസ്റ്റത്തെ എലമെന്റ് എടുക്കുക. 3 എടുത്തു, അത് വരുന്ന റോയിങ് കോളം ഒഴിവാക്കി, ബാക്കി 1 -1 -3 2. ഇനി മൈനസിന് ഇട്ടിട്ട് രണ്ടാമത്തെ എലമെന്റ് ഏതാ? -2 എഴുതി, അത് വരുന്ന റോയിങ് കോളം ഇട്ടു, ഇങ്ങനെ പോയി ബാക്കി 2 -1 4 2. പ്ലസ് മൂന്നാമത്തെ എലമെന്റ് എഴുതി, 3 എഴുതി, അത് വരുന്ന റോയിങ് കോളം ഇട്ടു, ബാക്കി 2 1 4 -3 എന്ന് എഴുതിച്ചു. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോട്ടെ മക്കളെ. 3 ഇൻറ്റു ഇങ്ങനെ ഗുണിക്കുക. ഇങ്ങനെ ഗുണിക്കുമ്പോ 2 മൈനസിന് അപ്പം തന്നെ ഇടാം, ഇങ്ങനെ ഗുണിക്കുക, അപ്പൊ 3. ഈ മൈനസ് പ്ലസ് ആയി, ഇൻറ്റു ഇങ്ങനെ ഗുണിക്കുക 4 മൈനസിന് അപ്പം തന്നെ ഇടാം, ഇങ്ങനെ ഗുണിക്കുക -4 പ്ലസ് 3 ഇൻറ്റു ഇങ്ങനെ ഗുണിക്കുക -6 മൈനസിന് അപ്പം തന്നെ ഇടാം, ഇങ്ങനെ ഗുണിക്കുക 4. കോമൺ മക്കളെ, സിമ്പിൾ പരിപാടി. ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 3 കുറച്ചാൽ -1 പ്ലസ് 2 ഇൻറ്റു 4. ഈ 2 നെഗറ്റീവും കൂടിയിട്ട് പോസിറ്റീവ് ആവും. അപ്പൊ 4 + 4 8 പ്ലസ് 3 ഇൻറ്റു -6 -4 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ മക്കളെ? -6 -4 എന്ന് പറഞ്ഞാൽ -10. അപ്പൊ അറിയാം മക്കളെ, 3 × -1 -3, 2 × 8 16, 3 × -10 -30. കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്തായി നമുക്ക് നോക്കാം. -33 -3 -30 കൂടുമ്പോൾ -33 ആയി. -33 പ്ലസ് 16 എന്ന് പറയുമ്പോ 17 എന്ന് പറഞ്ഞിട്ട് വരും. 17. ഓക്കെ അല്ല? 17 ഉത്തരം കിട്ടി. ഇത് നോട്ട് ഈക്വൽ ടു 0 ആവണം. ഒരിക്കലും ഇത് 0 വരില്ല. വേറെ നമുക്ക് പഠിക്കാനില്ല. 0 വന്നില്ലെങ്കിൽ നമുക്ക് പറയാം therefore റിഡൻഡന്റ് ഡയലോഗ് പഠിക്കാം. കൺസിസ്റ്റന്റ് സിസ്റ്റം ആണ്. പിന്നെ യുണീക്ക് സൊല്യൂഷൻ ആണ് എഴുതിക്കുക. യുണീക്ക് സൊല്യൂഷൻ ആണ്. ഇനി ആ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് therefore x is equal to a inverse b എന്ന് എഴുതി വെച്ചിട്ട് ഒരു ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ പൂർണ്ണമായി. ഓക്കെ അല്ലേ? അപ്പൊ എപ്പോഴും നമുക്ക് നോട്ട് ഈക്വൽ ടു 0 മാത്രമേ വരുള്ളൂ. അതൊന്നും ശ്രദ്ധിക്കുക. നോട്ട് ഈക്വൽ ടു 0 അല്ലാത്ത കേസ് നമുക്ക് പഠിക്കാനില്ല. നോട്ട് ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ പറയുന്ന പേരാണ് ഒരു നോൺ സിംഗുലർ മെട്രിക്സ് എന്നും അതിനെ പറയാറുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി ആദ്യം വേണ്ടത് x is equal to a inverse b ആണ്. അപ്പൊ ആദ്യം ഇൻവേഴ്സ് വേണം. ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം കോഫാക്ടേഴ്സ് വേണം. അപ്പൊ നമ്മൾ ആദ്യം കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. ഓരോ എലമെന്റിന്റെയും കോഫാക്ടർ ആദ്യം നമ്മൾ ഡിനോട്ട് ചെയ്യുക C11, പിന്നെ C12, C13, C21, C22, C23, C31, C32, C33. ഇങ്ങനെയാണ് നമ്മൾ കോഫാക്ടർ കണ്ടുപിടിക്കുക. ഇനി കോഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇങ്ങനെയാണ്.
ഇതിന്റെ കോഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് C11 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഇതിന്റെ കോഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് വരുന്ന റോയും കോളം ഒഴിവാക്കാം. ബാക്കി വരുന്ന 4 ആൾക്കാരെ നമ്മൾ എഴുതി വെക്കുക. ഡിറ്റർമിനന്റ് 1 -1 -3 2. കുഴപ്പമില്ലല്ലോ. നമ്മളത് കണ്ടുപിടിക്കുക. 2 ഇങ്ങനെ എടുക്കുക, മൈനസിനൊപ്പം തന്നെ ഇടാം. ഇങ്ങനെ വിളിക്കുമ്പോൾ എത്രയും മക്കളെ 3. ഉത്തരമാരായി 2 - 3 -1. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു കഥയും കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒന്നും കൂട്ടുമ്പോൾ ഇരട്ട സംഖ്യ ആണെങ്കിൽ എന്താണോ ഉത്തരം കിട്ടിയുള്ളത് അത് തന്നെ ഇടാം. ഒറ്റ സംഖ്യയാണ്, ഇപ്പൊ ഒന്നും കൂട്ടുമ്പോൾ 2 ഇരട്ട സംഖ്യ ആയ കാരണം അത് തന്നെ ഇട്ട് വെച്ചു. ഒറ്റ സംഖ്യയാണ് കിട്ടണമെങ്കിൽ എന്താണോ കിട്ടിയത് അതിന്റെ ചിഹ്നം മാറ്റാം. ഓക്കെ അല്ലെ? അപ്പൊ ഇവിടെ ഒന്നും കൂട്ടുമ്പോൾ ഇരട്ട സംഖ്യയാണ്, അപ്പൊ നമ്മൾ ഒന്നും ചെയ്യാനില്ല. പക്ഷെ ഒറ്റ സംഖ്യയാണ് കിട്ടണമെങ്കിൽ ചിഹ്നം മാറ്റണം. അപ്പൊ അടുത്ത കേട്ടോ C12 എന്ന് പറഞ്ഞാൽ ഇവന്റെ കോഫാക്ടർ ആണ്. ഇവന്റെ കോഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് വരുന്ന റോയും കോളം ഒഴിവാക്കി. ഓക്കെ അല്ലെ? ബാക്കി വരുന്ന ആൾക്കാർ ആരൊക്കെയാണ് നമ്മളിൽ? ബാക്കി വരുന്നത് 2 ഉണ്ട്, 4 ഉണ്ട്, -1 ഉണ്ട്, 2 ഉണ്ട്. അതിൽ ഇങ്ങനെ ഗുണിക്കുക 4, മൈനസിനൊപ്പം തന്നെ ഇടാം. ഇങ്ങനെ ഗുണിക്കുക -4. അപ്പൊ ഉത്തരം 8. ഇനി ചിഹ്നം നോക്കാം. 1ഉം 2ഉം കൂട്ടുമ്പോ 3 ഒറ്റ സംഖ്യ. അപ്പൊ ചിഹ്നം മാറ്റിയിട്ട് നമ്മളിവിടെ നെഗറ്റീവ് എഴുതണം. അങ്ങനെ ചോപ്പ് കൊണ്ട് ഇടാം നെഗറ്റീവ്. ഓക്കെ അല്ലെ? അതുപോലെ C13 കണ്ടുപിടിക്കുക. C13 എന്ന് പറയുമ്പോൾ ഡിറ്റർമിനന്റ് 2 1 4 -3 ചെയ്തു വരുമ്പോ -6 -4 ഉത്തരം -10. കൂട്ടുമ്പോ 4 ഒന്നും ചെയ്യണ്ട. ഇനി C21 ഇതിന്റെ കണ്ടുപിടിക്കുക. C21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, ഇതിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ റോ ഫസ്റ്റത്തെ കോളം. അപ്പൊ ഇത് പോയി, ഈ റോയും പോയി, ഈ കോളം പോയി. ബാക്കി ഡിറ്റർമിനന്റ് -2 3 -3 2 കൂടിക്കുമ്പോ -4 -9 -4 +9 ഉത്തരം 5. ചിഹ്നം നോക്കാം. 2 3 കൂട്ടുമ്പോ 3 ഒറ്റ സംഖ്യ. അപ്പൊ ചിഹ്നം മാറ്റണം, നെഗറ്റീവ് ആയി. ഇനി C22 ഇതിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി 3 3 4 2. അപ്പൊ 6 - 12 ഉത്തരം -6. ഒന്നും ചെയ്യണ്ട. C23 ചെയ്യുമ്പോ 3 -2 4 -3 ചെയ്ത് വരുമ്പോ 3 × -3 -9 4 × -2 -8. അപ്പൊ -9 +8 ഉത്തരം -1. പക്ഷെ 2 3 കൂട്ടുമ്പോ എന്താണ് മക്കളെ 5 ഒറ്റ സംഖ്യയാണ്. അപ്പൊ ചിഹ്നം മാറ്റണം, നെഗറ്റീവ് പോസിറ്റീവ് ആയി. ഇനി C31 ഇവന്റെ കണ്ടുപിടിക്കുക. ഇവന്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് -2 3 1 -1. ഓക്കെ അല്ലെ? അപ്പൊ 2 - 3 ഉത്തരം -1. ഒന്നും ചെയ്യണ്ട. C32 ഇവന്റെ കണ്ടുപിടിക്കുക. അപ്പൊ ബാക്കി 3 3 2 -1. അപ്പൊ -3 -6 ഉത്തരം -9. ചിഹ്നം നമ്മൾ മാറ്റണം. 3 2 കൂട്ടും 5. അപ്പൊ ചിഹ്നം മാറ്റണം. ഇനി C33 ലാസ്റ്റത്തെ ചെയ്യുമ്പോ 3 -2 2 1 ഗുണിക്കുമ്പോ 3 - -4 ഉത്തരം 3 + 7 ഉത്തരം 10. സോറി 3 + 4 ഉത്തരം 7. ചിഹ്നം ഒന്നും ചെയ്യേണ്ട, പോസിറ്റീവ് തന്നെ. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്ന സാധനം എഴുതി വെക്കാം. കോഫാക്ടർ മെട്രിക്സ് പറഞ്ഞാൽ ഇതെല്ലാത്തിനും ഒരു മെട്രിക്സ് രൂപത്തിൽ എഴുതി വെക്കാം. -1 -8 -10 -5 -6 +1 പോസിറ്റീവ് 10 ഒന്നും എഴുതാൻ നിൽക്കണ്ട, നെഗറ്റീവ് മാത്രമേ എഴുതിയാൽ മതി. ഇവിടെ -1 9 7 എഴുതി വെച്ചു. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാം. അഡ്ജോയിന്റ് കണ്ടുപിടിക്കാം. ഈ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ചതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. ട്രാൻസ്പോസ് ഒന്നുമില്ല, റോനെ പിടിച്ചിട്ട് കോളാക്കുക കേട്ടോ. അപ്പൊ എന്താ മക്കളെ -1 -8 -10 -5 -6 1 -1 9 7 റോനെ പിടിച്ചിട്ട് കോളാക്കി. കുഴപ്പമില്ലല്ലോ. അപ്പൊ അത് കിട്ടി. ഇനി നമ്മുടെ കോഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ, സോറി അഡ്ജോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് നമ്മുടെ A ഇൻവേഴ്സ് എഴുതാം. A ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ അഡ്ജോയിന്റ് A ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഏതാണ്? അതായത് 1 / 17 ഇൻറ്റു ഈ മെട്രിക്സ് -1 -5 -1 -8 -6 9 -10 1 7 എഴുതി വെച്ചു. ഇതാണ് നമ്മുടെ A ഇൻവേഴ്സ്. നമുക്ക് ഇനി A ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് ഇട്ട് കൊടുക്കാം. X = A ഇൻവേഴ്സ് B. A ഇൻവേഴ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട് 1/17 -1 -5 -1 -8 -6 9 -10 1 7 ഇൻറ്റു
ബി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആരാണ് ബി നമ്മുടെ അവിടെ എടുക്കേണ്ടത് 8, 1, 4. ഇനി രണ്ട് മെട്രിക്സുകൾ നമ്മൾ ഗുണിക്കണം. എങ്ങനെ ഗുണിക്കാൻ നോക്കിക്കോ മക്കളെ. ഇതിന്റെ ഓർഡർ 3/3 ആണ്. ഇതിന്റെ ഓർഡർ 3/1. 3 റോ ഒറ്റ കോളം അപ്പൊ 3/1. ഇതിന് 3 റോ 3 കോളം അപ്പൊ 3/3. എഴുതുമ്പോ ഇൻറ്റു പക്ഷെ വായിക്കുമ്പോ ബൈ എന്ന് പറഞ്ഞിട്ട് വായിക്കാം. ഇനി ഇത് രണ്ടും സെയിം ആയാൽ മാത്രമേ ഗുണിക്കാൻ പറ്റുള്ളൂ. രണ്ടും സെയിം ആണ്. ഇനി ഗുണിച്ച് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ 3/1 ആയിരിക്കും. ഓക്കെ അല്ല. അപ്പൊ നമ്മൾ ചെയ്യാൻ പോണ മക്കളെ 1/17 ഇവിടെ എടുക്കട്ടെ. നമ്മൾ എങ്ങനെയാ ചെയ്യണം നോക്കിക്കോ. RC എന്ന് ആലോചിക്കുക. RC റോമൻ കാത്തലിക് പോലെ RC പോലെ ആലോചിക്കുക. അതായത് 6 എടുത്തിട്ട് RC എന്ന് ആലോചിക്കുക. റോ എടുത്തിട്ട് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്തോ. ഇത് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. -1 × 8 -8 പ്ലസ് -5 × 1 -5 പ്ലസ് -1 × 4 -4. അപ്പൊ ഫസ്റ്റ് റോഡിന് മൾട്ടിപ്ലൈ ചെയ്തു. ഇതുപോലെ രണ്ടാമത്തെ റോ എടുക്കാം. -8 × 8 -64 പ്ലസ് -6 × 1 -6 പ്ലസ് 9 × 4 36 കിട്ടി. ഇനി മൂന്നാമത്തെ റോ എടുത്തിട്ട് ആ കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ എന്തൊരു -80 പ്ലസ് 1 പ്ലസ് 28 കുഴപ്പമില്ലല്ലോ. ടക്കടക്കാന്ന് കിട്ടി. ഇസ് ഈക്വൽ ടു 1/17 ഇൻറ്റു ഇതൊന്ന് കൂട്ടണം. ഇതെങ്ങനെ കൂട്ടുമ്പോ മക്കളെ -8ഉം -4ഉം കൂട്ടുമ്പോ -12 ആണ്. -12ഉം -5ഉം കൂട്ടുമ്പോ -17 ആണ്. അതൊക്കെ. ഇനി -64ഉം -6ഉം കൂട്ടുമ്പോ -70 ആണ്. -70ൽ നിന്ന് 36 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും മക്കളെ? -70ൽ നിന്ന് 36 കുറച്ച് കഴിഞ്ഞാൽ 34 വരും. -34 വളരെ കറക്റ്റ് ആണ്. ഇനി -80ഉം 29ഉം കൂട്ടിക്കഴിഞ്ഞാൽ -51 എന്ന് പറഞ്ഞിട്ട് വരും. -51 കാൽക്കുലേറ്ററിന്റെ സഹായം തരാടാ. ഇനി 1/17 എടുത്തിട്ട് എല്ലാവർക്കും ഇട്ട് കൊടുക്കുമ്പോ -17/17 -1 -2 -3 എന്ന് പറഞ്ഞിട്ട് വരും. ഇടത് ഭാഗത്ത് x y z. അപ്പൊ കിട്ടിയത് നമുക്ക് therefore x is equal to -1, y is equal to -2, z is equal to -3 എന്ന് പറഞ്ഞിട്ട് കിട്ടി. നമുക്കൊന്നൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഉത്തരം ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടിട്ട് കൊടുക്കാം. ഇപ്പൊ തൽക്കാലം ഞാൻ ഈ ഇക്വേഷനിൽ കൊണ്ടിട്ട് കൊടുക്കാൻ പോവാണ്. ഇക്വേഷനിൽ കൊണ്ടിട്ട് കൊടുക്കുമ്പോ x പകരം -1 അപ്പൊ -2 പ്ലസ് y പകരം -2 പ്ലസ് z പകരം -3 അപ്പൊ 3 is equal to 1 is equal to തരം കിട്ടിയ നമുക്ക് -2 -4 പ്ലസ് 3 ചെയ്തു വന്നപ്പോ നമുക്ക് വന്നത് എത്രയാണ് മക്കളെ? -1 ആണ് നമുക്ക് വന്നത്. പക്ഷെ ശരിക്കും വരേണ്ടത് 1 ആണ്. അപ്പോ അതിനർത്ഥം നമ്മുടെ ചോദ്യം തെറ്റിയിട്ടുണ്ട്. ചോദ്യമല്ല, നമ്മൾ ചെയ്തത് എവിടെയോ തെറ്റിയിട്ടുണ്ട്. അപ്പൊ ആ തെറ്റാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അപ്പൊ തെറ്റ് എങ്ങനെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഉത്തരം കണ്ടപ്പോ നമ്മൾ അപ്പൊ തന്നെ ശരിയാന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നമ്മുടെ മാർക്ക് അവിടെ പോകും. അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ നോക്കുമ്പോ എവിടെയെങ്കിലും ഫ്രാക്ഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഉത്തരം തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഫ്രാക്ഷൻസ് വന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ അവിടെ ഉത്തരം എഴുതിച്ചാൽ ചിലപ്പോ നമ്മൾ 6 മാർക്ക് ചോദ്യമാണ്, ചിലപ്പോൾ നമ്മുടെ ഫുൾ മാർക്ക് അപ്പൊ തന്നെ പോകും. അപ്പൊ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഉത്തരം ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പൊ വെരിഫൈ ചെയ്തപ്പോഴാണ് ഞാൻ ഉത്തരം ശരിയാണെന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ വെരിഫൈ ചെയ്ത് നോക്കിയപ്പോഴാണ് അവിടെ എന്ത് വന്ന മക്കളെ? തെറ്റ് വന്ന ഉത്തരം -1 ആണ് വന്നത്. അല്ല, നമ്മുടെ ഉത്തരം തെറ്റാണ്. അപ്പൊ നമ്മൾ നോക്കുക. പക്ഷെ ഇവിടെ നമുക്ക് ഫ്രാക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഇവിടെ തെറ്റ് വരാൻ ചാൻസ് ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ നോക്കാം. ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടോ നോക്കാം. ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് നോക്കുമ്പോഴാണ് മക്കളെ -3ഉം -30ഉം കൂടുമ്പോൾ -33 ആണ്. +16 കൂട്ടുമ്പോൾ ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് +17 ആണ്. +17 ആണോ മക്കളെ? അല്ല, -17 ആണ്. അപ്പൊ ഫുള്ള് ഇവിടെ നെഗറ്റീവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം എന്താ? ഇവിടെ +1 +2 +3 +1 +2 +3 എന്നായി. ഇനി അതൊന്നും ഇട്ട് കൊടുത്ത് നോക്കിയത് നിങ്ങള് കണ്ടാ, ഇത് തെറ്റാ വന്നല്ലേ? അപ്പൊ നമ്മൾ +1 2 +1 -3 ഉത്തരം വരാ 1 ആണ്. ഇത് ഇവിടെ 1 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഉത്തരം എന്താന്ന് കിട്ടി? ശരിയാണെന്ന് കിട്ടി. അപ്പൊ ഇതുപോലൊരു കഥ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോ ഉത്തരം കറക്റ്റ് ഡിവിസിബിൾ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം എല്ലാം ശരിയായിരിക്കും. പക്ഷെ ശരിയാണെന്ന് വിചാരിച്ച് ഓവർ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കരുത്. നമ്മൾ അപ്പൊ തന്നെ കൊണ്ട് ഓപ്ഷൻസ് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കി നോക്കുക. അതുകൊണ്ട് ഇട്ട് കൊടുത്താലാണ് നമ്മുടെ ഉത്തരം പൂർണ്ണമായി ശരിയായി എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം 6 മാർക്ക് ചോദ്യമാണ്. ഒരു കാരണവശാലും നമ്മളത് തെറ്റിപ്പാടില്ല. ഓക്കെ മക്കളെ, ബൈ.